നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ആധാർ കാർഡ് പാൻ കാർഡുമായി വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ എങ്ങനെ ലിങ്ക് ചെയ്യാം എന്നുള്ളതാണ്. മൊബൈലോ കമ്പ്യൂട്ടറോ ഒപ്പം ഇന്റർനെറ്റ് വീട്ടിലുണ്ടെങ്കിൽ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ആധാർ കാർഡും പാൻ കാർഡും തമ്മിൽ ലിങ്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായി കാണുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ചൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ കമ്പ്യൂട്ടറിലോ മൊബൈലിലോ ഒരു വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഞാനിവിടെ എൻ്റെ ലാപ്ടോപ്പിൽ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്ത് അതിന്റെ അഡ്രസ് ബാറിൽ ഇ ഫയലിംഗ് എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ ഇൻകം ടാക്സിന്റെ വെബ്സൈറ്റ് കാണാൻ സാധിക്കും. www.incometax.gov.in എന്ന് കാണാനായിട്ട് സാധിക്കും. വെബ്സൈറ്റിലേക്ക് പോകാനായിട്ട് ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ അതിന്റെ വെബ്സൈറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ പേജ് സ്ക്രോൾ ചെയ്ത് താഴേക്ക് വരിക. താഴേക്ക് വരുമ്പോൾ മധ്യഭാഗത്തായിട്ട് നമുക്കിവിടെ കുറച്ച് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അതിൽ ഒന്നാമതായി കാണുന്ന അവർ സർവീസസ് ഓപ്ഷനില് ബോക്സുകളിൽ കുറെ ഓപ്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ രണ്ടാമതായി ലിങ്ക് ആധാർ എന്ന ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജിലേക്ക് വരികയാണ്. ഇവിടെ നമ്മുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനായിട്ട് ആവശ്യപ്പെടുകയാണ്. അതിന്റെ വലതുവശത്തായിട്ട് ഒരു ബോക്സിൽ നോട്ട് എന്ന് കാണാം. അത് നമ്മൾ വായിച്ചു നോക്കുക. അതിനുശേഷം ലെഫ്റ്റ് സൈഡിൽ ബോക്സുകളിൽ നമ്മുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. ആദ്യം പാൻ കാർഡ് നമ്പർ എൻ്റർ ചെയ്യുകയാണ്. പാൻ എന്നതിന്റെ താഴെ കാണുന്ന ബോക്സിൽ പാൻ കാർഡ് നമ്പർ എൻ്റർ ചെയ്യുകയാണ്. അതിന് താഴെയായി ആധാർ നമ്പർ എന്നതിന്റെ താഴെ ബോക്സിൽ ആധാർ നമ്പർ എൻ്റർ ചെയ്യുകയാണ്. അതിന് താഴെയായി നെയിം ആസ് പെർ ആധാർ, ആധാർ കാർഡിൽ പ്രിന്റ് ചെയ്തേക്കുന്ന നെയിം എൻ്റർ ചെയ്യുകയാണ്. അതിന് താഴെ മൊബൈൽ നമ്പർ, നമ്മൾ രജിസ്റ്റർ ചെയ്തേക്കുന്ന മൊബൈൽ നമ്പറാണ് ഇവിടെ എൻ്റർ ചെയ്യുന്നത്. അതിന് താഴെയായി രണ്ട് സെന്റൻസസ് ഇവിടെ കാണാം. ഒന്നാമത്തത് ഐ ഹാവ് ഓൺലി ഇയർ ഓഫ് ബർത്ത് ഇൻ ആധാർ കാർഡ്. ആധാർ കാർഡിൽ ഇയർ ഓഫ് ബർത്ത് മാത്രമേ ഉള്ളൂ എങ്കിൽ അതിന്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ചെക്ക് ബോക്സ് ടിക്ക് ചെയ്യുക. എൻ്റെ ആധാർ കാർഡിൽ ഡേറ്റും മന്തും ഇയറും ഉള്ളത് കൊണ്ട് ഞാൻ ആദ്യത്തെ ഓപ്ഷന്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ചെക്ക് ബോക്സ് ടിക്ക് ചെയ്യുന്നില്ല. അതിന് താഴെയായി ഐ എഗ്രി ടു വാലിഡേറ്റ് മൈ ആധാർ ഡീറ്റെയിൽസ് എന്ന് പറയുന്നു. അതിന്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് താഴെയായി ലെഫ്റ്റ് സൈഡിൽ ക്യാൻസൽ എന്നും റൈറ്റ് സൈഡിൽ ലിങ്ക് ആധാർ എന്നും കാണാം. അതിൽ ലിങ്ക് ആധാർ എന്ന ഓപ്ഷൻ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു പേജിലേക്ക് വരികയാണ്. ഈ സമയത്ത് തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരികയാണ്. നമ്മൾക്ക് OTP വരുന്നില്ല എങ്കിൽ ഇതിന് താഴെ റീസെന്റ് OTP എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ എൻ്റെ മൊബൈലിലേക്ക് OTP വന്നിരിക്കുകയാണ്. ഞാൻ ആ OTP ഈ ബോക്സുകളിൽ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ OTP എൻ്റർ ചെയ്യുമ്പോൾ താഴെ വാലിഡേറ്റ് എന്ന ഓപ്ഷൻ തെളിഞ്ഞു വരുന്നതായി കാണാം. ഞാനിവിടെ വാലിഡേറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനൊരു വിൻഡോ വരികയാണ്. ആധാർ പാൻ ലിങ്കിങ് കംപ്ലീറ്റഡ് സക്സസ്ഫുള്ളി. ഞാൻ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ ആധാർ കാർഡ് പാൻ കാർഡുമായി സക്സസ്ഫുള്ളി ലിങ്ക് ചെയ്തിരിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ.